ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സ്മാർട്ട് സോക്കറ്റാണ്. ഇതാണ് ആ സാധനം. അതായത് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ സ്മാർട്ട് അല്ലാത്ത എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെയും നമുക്ക് സ്മാർട്ടാക്കി മാറ്റാൻ പറ്റും. ഇതൊരു ആപ്പ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസാണ്. അതായത് ഹെവൽസിൻ്റെ ഡിജിറ്റാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിലെ വൈഫൈ ആയി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഓഫ് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദൂര സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറ്റും. അതുപോലെ തന്നെ ഓരോ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ആപ്പ് വഴി അറിയാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതിൻ്റെ ആപ്പ് ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 16 ആംപിയറിൻ്റെ വൈഫൈ സ്മാർട്ട് സോക്കറ്റ്. ഈ ക്രാബ്ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവൽസിൻ്റെ ഒരു ബ്രാൻഡാണ്. അതുപോലെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് IoT എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ IoT എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻ്റർനെറ്റ് എനേബിൾഡ് ഡിവൈസ് ആണല്ലോ. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 1769 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. ഏകദേശം ഒരു 1160 രൂപയ്ക്കൊക്കെ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിൽ ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് വോയിസ് കൺട്രോൾ ഉണ്ട്, സ്മാർട്ട് ആപ്പ് കൺട്രോൾ, അതുപോലെ തന്നെ ഷെഡ്യൂൾ ടൈം ഫോർ കണക്റ്റഡ് ഡിവൈസസ്, വൈഫൈ കണക്ഷൻ, മാക്സിമം റെസിസ്റ്റീവ് ലോഡ് 16 ആംപിയർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് അലക്സ, ഗൂഗിൾ അസിസ്റ്റൻറ്റ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സോക്കറ്റ് വരുന്നത്. പിന്നെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു ഇതിൻ്റെ യൂസർ മാനുവൽ വരുന്നുണ്ട്. നമ്മുടെ ബോക്സിൽ ഈ പവർ സോക്കറ്റും അതുപോലെ തന്നെ അതിൻ്റെ യൂസർ മാനുവലും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ആ ക്രാബ്ട്രീ എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പവർ ഓൺ ബട്ടൺ ഉണ്ട് വൈഫൈൻ്റെ. ഇത് ശരിക്കും നമ്മുടെ നോർമൽ പ്ലഗിൽ കൊണ്ടുപോയി കുത്താൻ പറ്റില്ല. ഇത് നമ്മുടെ പവർ സോക്കറ്റിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിൽ കുത്തിയെടുത്തിട്ട് വേണം നമ്മുടെ ഡിവൈസസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നോർമൽ സോക്കറ്റിൽ നമുക്കിത് കയറില്ലാന്ന്. ഇത് നമുക്ക് ഇങ്ങനത്തെ ഒരു പവർ സോക്കറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിന് ആംബിയർ റേറ്റിംഗ് കൂടുതലായതുകൊണ്ട് ഹെവി എക്യുപ്മെൻ്റ് എല്ലാം യൂസ് ചെയ്യേണ്ടതല്ലേ, കൺട്രോൾ ചെയ്യേണ്ടതല്ലേ ഇത് വെച്ചിട്ട്. അപ്പോൾ അത് വർക്കിംഗ് ആണ്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ അടിയിൽ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിലൊന്ന് കുത്തി കൊടുത്ത് നോക്കാം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിജിറ്റാപ്പ് എന്ന് പറഞ്ഞ ഹെവൽസിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഓൾറെഡി കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കണ്ടില്ലേ, നമ്മൾ പവർ ഓൺ സ്വിച്ച് നമ്മൾ മൊബൈലിലെ സ്ക്രീൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഓൺ ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണുന്നില്ല. അപ്പോൾ അത് വർക്കിംഗ് ആണ്. ഞാനിതിൽ നമ്മുടെ ഫോണിൽ ടാപ്പ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് ഒന്ന്
ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഈ ലൈറ്റ് പെട്ടെന്ന് കത്തില്ല, കാരണം ഇതിന് വേറൊരു അഡീഷണൽ സ്വിച്ചും കൂടി ഉള്ളതുകൊണ്ടാണ് അത് ഫോണിൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ അത് കത്താത്തത്. അങ്ങനെ ഒരു അഡീഷണൽ സ്വിച്ച് ഇല്ലാത്ത ഡിവൈസ് ആണെങ്കിൽ നമ്മുടെ ഫോണിൽ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓൺ ആകും. നമ്മളിപ്പോൾ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഫോണിൽ ഓഫ് ആയില്ലേ ലൈറ്റ്. ഇങ്ങനെ ഒരു അഡീഷണൽ സ്വിച്ച് ഇല്ലാത്ത ഏതൊരു ഡിവൈസ് ആണെങ്കിലും നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഫോണിൽ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓഫ് ആവും ഓൺ ആവും ചെയ്യും. പിന്നെ ഒരു അഡീഷണൽ സ്വിച്ച് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് ഈ ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഹെവൽസിൻ്റെ ഡിജിറ്റാപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഹെവൽസിൻ്റെ ഡിജിറ്റാപ്പ് എന്ന് വന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യാം. ഇൻസ്റ്റാൾ കൊടുക്കുക. ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. എഗ്രി കൊടുക്കുക. അപ്പോൾ അതിന് നമ്മൾ സൈനപ്പ് ചെയ്യണം ഫസ്റ്റ്. നമ്മുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും, അത് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഇമെയിൽ ഐ ഡി എല്ലാം കൊടുത്തിട്ട് അതിൽ വെരിഫിക്കേഷൻ കോഡെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനൊരു സ്ക്രീൻ വരും. അത് നമ്മൾ ഹെവൽസിൻ്റെ ക്രാബ്ട്രീ എന്നുള്ള ബ്രാൻഡല്ലേ, അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ക്രാബ്ട്രീയിൽ അതിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് സ്മാർട്ട് പ്ലഗ് അല്ലേ, അപ്പോൾ സ്മാർട്ട് പ്ലഗ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ വൈഫൈയും ഏതാണ് നമ്മൾ കണക്ട് ചെയ്തതെന്നുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസായിട്ട് ഇത് പെയർ ആവും. അതിനുശേഷം നമുക്ക് എളുപ്പത്തിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഹെവൽസിൻ്റെ ഡിജിറ്റാപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ. തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതിൽ ഓൾറെഡി ക്രാബ്ട്രീ സ്മാർട്ട് സോക്കറ്റ് കണക്റ്റായി കിടക്കുന്നുണ്ട്. ഇത് ഞാൻ ഓൾറെഡി കോൺഫിഗർ ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കാണില്ല. നമ്മൾ ഡിവൈസ് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പവർ ഓൺ ബട്ടൺ കാണും. അപ്പോൾ അതിൽ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും നമുക്ക് ഈ പവർ ഓൺ ബട്ടൺ ഉപയോഗിക്കാം. അതിൻ്റെ താഴെ ടൈം സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ടൈമർ എത്ര ടൈമിൻ്റെ ഉള്ളിൽ സ്വിച്ച് ഓൺ ആവണം അല്ലെങ്കിൽ ഓഫ് ആവണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ് ടൈമർ. അതുപോലെ ആ ഡിവൈസ് എത്ര പവർ കൺസ്യൂം ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളിലെ ഡീറ്റെയിൽസ് എല്ലാം ഈ ആപ്പിൽ നമുക്ക് കിട്ടും. അതാണെങ്കിൽ അതുപോലെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ അലക്സയൊക്കെ ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഡിവൈസ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അലക്സയും ഗൂഗിൾ അസിസ്റ്റൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാം.